ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരു സൂപ്പർ ഹീറോയുടെ കഥയെ പറ്റിയിട്ടാണ്. നിങ്ങൾ പലതരം സൂപ്പർ ഹീറോകളെ കണ്ടിട്ടുണ്ടായിരിക്കും. എന്നാൽ ആരെങ്കിലും തമ്മിൽ കിസ് അടിക്കുന്നത് കാണുമ്പോൾ ഫ്യൂച്ചർ പ്രൊഡിക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സൂപ്പർ ഹീറോ ഒരു കൊണച്ച സ്റ്റോറിയാണിത്. അപ്പോൾ പടം തുടങ്ങുന്നത് നമ്മുടെ സൂപ്പർ ഹീറോയുടെ ഫാമിലിയെ കാണിച്ചുകൊണ്ടാണ്. എല്ലാവരും നല്ല സന്തോഷത്തിലാണ്. കാരണം സൂപ്പർ ഹീറോയുടെ പാരന്റ്സ് ലവ് ചെയ്താണ് കല്യാണം കഴിച്ചത്. സോ ഇടയ്ക്കിടയ്ക്ക് ലവിനെ പറ്റി കൊണകൾ അടിക്കും. അമ്മ உங்களுக்கு எப்படி பிடிச்சது? தோணுச்சு. உனக்கு? தோணுச்சு. ரெஸ்ட் ஆஃப் த லைஃப் இவர் கூட தானே தோணுச்சு. അങ്ങനെ ഒരു ദിവസം സൂപ്പർ ഹീറോ അച്ഛന്റെ ഓഫീസിൽ കയറി വന്നതും വേറെ ഒരു പെണ്ണുമായിട്ട് അച്ഛന്റെ ഒരു ഡിങ്കോൾഫി നടക്കും. കുറച്ച് മുമ്പ് വരെ ലവിനെ പറ്റി വീരവാദം അടിച്ചോണ്ടിരുന്നവർ ഇപ്പൊ വേറൊരു ലവ് അഫെയറും വെച്ച് നടന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഇതറിഞ്ഞ രണ്ടുപേരും തമ്മിൽ ഡിവോഴ്സ്. സൂപ്പർ ഹീറോയ്ക്കും സന്തോഷമാവും. അപ്പോൾ നമ്മുടെ സൂപ്പർ ഹീറോയെ പറ്റി പറയുകയാണെങ്കിൽ ഇവന് ഗേൾസിനോടും ലവിനോടും താല്പര്യമില്ല. காதல் பண்ணா ஃபர்ஸ்ட் தூக்கம் போகும், காசு போகும், மன நிம்மதி போகும், பாடி கண்டிஷன் போகும், அப்புறம் லவ் பண்ணவங்களே போயிடுவாங்க. இப்ப கூப்பிடாமலே ஒண்ணு வரும், அதான் டிப்ரெஷன். இப்ப மீதி இருக்கிற தூக்கம் போகும், காசு போகும், மன நிம்மதி போகும், பாடி கண்டிஷனும் போயிடும். இல்ல பாடியே போயிடும். ഏതെങ്കിലും കാണാൻ കൊള്ളാവുന്ന കൊച്ചു വന്ന് പ്രപ്പോസ് ചെയ്താൽ അതിനെ പബ്ലിക്കിൽ വെച്ച് തന്നെ അപമാനിച്ചു വിടുന്ന ഒരു കഴിവേറിയാണ് നമ്മുടെ സൂപ്പർ ഹീറോ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ പടത്തിലെ നായിക വരുന്നത്. നായികയെ പറ്റി പറയുകയാണെങ്കിൽ ഒരു ഡാൻസറാണ്. അങ്ങനെ ഒരു ദിവസം ഡാൻസ് പ്രാക്ടീസും കഴിഞ്ഞ് തിരിച്ചു വരുന്ന ടൈമിൽ തറയിൽ കിടന്ന ഒരു ബുക്ക് കിട്ടും. അതിന് അവൾ ഒരു കാര്യവുമില്ലാതെ എടുത്ത് നമ്മുടെ സൂപ്പർ ഹീറോയുടെ കയ്യിൽ കൊടുക്കും. ബൈ ദ ബൈ, എന്തിനായിരിക്കും വെറുതെ തറയിൽ കിടന്ന ബുക്കിനെ എടുത്ത് ഇവന്റെ കയ്യിൽ കൊടുത്തത്? ആർക്കറിയാം. അങ്ങനെ ആ ബുക്കിന് ഒരു സൂപ്പർ പവർ ഉണ്ട്. അതായത് ആ ബുക്ക് തൊട്ട ആൾക്ക് ആരെങ്കിലും കിസ് അടിക്കുന്നത് കണ്ടാൽ അവരുടെ ഫ്യൂച്ചർ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഇവനിത് വിശ്വസിക്കാൻ പറ്റാത്തതുകൊണ്ട് വീണ്ടും കിസ്സടി കാണാൻ വേണ്ടി ബീച്ചിൽ പോകും. എന്നിട്ട് വീണ്ടും ഒരു കിസ്സടി കണ്ട് ഫ്യൂച്ചർ പ്രഡിക്റ്റ് ചെയ്യും. പിന്നെ അത് ഇവൻ സ്ഥിരമാക്കും. ഡേ നാണമില്ലാത്തവന്, അഴുക്കച്ചെറുക്കൻ, തന്തയേക്കാൾ മോശം. തന്ത ഭയങ്കര കുഴപ്പമായിരുന്നു. അങ്ങനെ നമ്മുടെ നായകന് പ്രണയിക്കുന്നത് ഇഷ്ടമില്ലാത്തതുകൊണ്ട് കിസ്സടിക്കുന്നവരുടെ എല്ലാവരുടെ ലൈഫിൽ കയറി അവരുടെ ലവ് ബ്രേക്കപ്പ് ആക്കും. അതിൽ നിന്ന് ഒരു പ്രത്യേകതരം സുഖം തന്നെ നായകൻ കണ്ടെത്തും. ഇവനാരുടെ സൈക്കോയാ. പക്ഷെ ഈ സുഖം ഒന്നും നായകന് ഉറക്കത്തിൽ കിട്ടില്ലായിരുന്നു. ഉറങ്ങാൻ പറ്റില്ലായിരുന്നു നായകന്. അങ്ങനെ ഉറങ്ങാൻ പറ്റാത്തത് എന്തെന്ന് ഇൻവെസ്റ്റിഗേഷൻ ചെയ്ത് പോയപ്പോഴാണ് മനസ്സിലായത് ആ പെരട്ട ബുക്ക് കാരണമെന്ന്. അങ്ങനെ നമ്മുടെ സൂപ്പർ ഹീറോ എങ്ങനെയൊക്കെ ആ ബുക്കിനെ കളയാൻ ശ്രമിച്ചിട്ടും അത് നടക്കുന്നില്ല. എന്തിന് കടലിൽ എറിഞ്ഞാലും അത് തിരിച്ചു വരും. അങ്ങനെ നായകൻ പേടിച്ചൊരു സ്വാമിയുടെ അടുത്ത് പോകും. അപ്പോൾ ആ സ്വാമി പറയും ഈ ബുക്ക് തന്നയാളെ പോയി മീറ്റ് ചെയ്ത് കാര്യം പറയും, എന്നാലേ ഉറക്കം കേട്ടത്തുള്ളൂ. അങ്ങനെ ഇത് നായകൻ കണ്ണും പൂട്ടി വിശ്വസിച്ച് നേരെ നായക ഇട്ടിരിക്കുന്ന ഡാൻസ് കമ്പനിയിൽ പോയി ജോയിൻ ചെയ്യും. എന്തിനെന്ന് ചോദിച്ചാൽ ഡാൻസ് പഠിക്കും. അങ്ങനെ നമ്മുടെ നായകൻ കഷ്ടപ്പെട്ട് ഡാൻസ് ഒക്കെ പഠിക്കാൻ തീരുമാനിക്കും. അങ്ങനെ നമ്മുടെ നായകൻ ഡാൻസ് ഒക്കെ പഠിക്കുന്നതിനിടയിൽ രണ്ടുപേരും തമ്മിൽ ലവ് ആവും. ഇത്രയും ദിവസം ലവ് ഉറപ്പായിരുന്ന നമ്മുടെ സൂപ്പർ ഹീറോയ്ക്കും ലവ് വരും. അഴുക്കച്ചെറുക്കൻ, തന്തയേക്കാൾ മോശം. ബട്ട് അവളാണെങ്കിൽ നായകനെ ബീച്ച് സൈഡിൽ കൊണ്ടുപോയി ഒരു ഡാൻസ് ഒക്കെ കളിപ്പിച്ചിട്ട് ഒരു കിസ് കൊടുത്ത് പ്രപ്പോസ് ചെയ്യും. അപ്പോഴേക്കും സൂപ്പർ ഹീറോ അവളെ തറയിലിട്ടിട്ട് ഓടിപ്പോയി കരയും. ഇവൻ എന്താണ് വയ്യേ. അങ്ങനെ അടുത്ത ദിവസം നമ്മുടെ നായകൻ ആ ബുക്കും കൊണ്ട് വേറൊരു സ്വാമിയെ പോയി കാണും. അപ്പോൾ സ്വാമി പറയും നീ കുറെ പേരുടെ ലൈഫിൽ കയറി കളിച്ചതല്ലേ, വെച്ച് അനുഭവിക്കാൻ പറയും. അങ്ങനെ ഇത് കേട്ട് നായകൻ സൂപ്പർ പവറും കയ്യിൽ വെച്ചുകൊണ്ട് ഡിപ്രഷൻ അടിച്ച് നടക്കും. അപ്പോഴാണ് സ്വാമി വിളിച്ച് പറയുന്നത് നീ കുറെ പേരുടെ ലൈഫിൽ കയറി കളിച്ചതല്ലേ, അതെല്ലാം നീ ശരിയാക്കണമെന്ന്. അങ്ങനെ സ്വാമി പറയണത് കേട്ട് അവരെയൊക്കെ അന്വേഷിച്ചു തുടങ്ങും. അപ്പോഴേക്കും ഒരുത്തിനെ കയ്യിൽ കിട്ടും. അവനെ തൂക്കിക്കൊണ്ട് പോയി റെമോ 144 ലുക്കും വെച്ചുകൊണ്ട് ഒരു കല്യാണത്തിന് പോയി കല്യാണ പെണ്ണിനെയും വിളിച്ചിറക്കി സെറ്റ് ആക്കും. അപ്പോഴേക്കും നായകൻ ഡാൻസ് കോമ്പറ്റീഷനിൽ പോകും. അവിടെ വെച്ച് എല്ലായിടത്തും തീ പിടിക്കും. അതൊക്കെ നായകൻ സൂപ്പർ ഹീറോ പവറിൽ പ്രെഡിക്റ്റ് ചെയ്ത് അവളെ രക്ഷിക്കാൻ തീ പിടിച്ച് കിടക്കുന്ന ബിൽഡിങ്ങിന്റെ അകത്തേക്ക് കയറി പോകും. അപ്പോഴേക്കും മഴ പെയ്യുകയും ചെയ്യും, തീ അണയുകയും ചെയ്യും. അതോടെ അവർ രണ്ടുപേരും സെറ്റ് ആവുകയും ചെയ്യും. ഇതോടെ പടം തീർന്നു.